പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഉലാവുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ ദാസി, പ്രത്യേക ഇതിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത പാസ്റ്റർ ബോബി, ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ മധ്യത്തിലെ ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ സഹോദരിക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന പ്രിയ മകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പ്രിയ മകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്ന് വീഡിയോയിൽ വരാമോ? ഒരു മിനിറ്റ്. ദൈവത്തിന് സ്തോത്രം. നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ ഫാമിലിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. PMG ചർച്ചസ് സക്കേതിലും ഡൽഹിയിലുള്ള എല്ലാ ദൈവദാസിമാരെ ഞാൻ ഓർക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. PMG ചർച്ചിന്റെ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ കൃപയാൽ, കർത്താവിന് സ്തോത്രം, കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്ക് അനുസരിച്ച് PMGയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾക്കകത്ത് ഓരോ വിഷയങ്ങളും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനൊക്കെയും ദൈവം തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല അവിടുത്തെയുള്ള എല്ലാ ചർച്ചകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഗുരുഗ്രാമിലെയും സഖീദിലെയും ചർച്ചകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ അവിടെ ആയിരിക്കുന്ന ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലുമുള്ള ചർച്ചകളിലെ ദൈവമക്കൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. എംപവർ ഹെയർ ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതാണല്ലോ നമ്മുടെ മീറ്റിംഗിന്റെ തീം തന്നെ. എംപവർ ഹെയർ ഇൻ ക്രൈസ്റ്റ് ലേഡീസ് മീറ്റിംഗ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എല്ലാ ദൈവദാസന്മാർ, എല്ലാ ദൈവദാസിമാർ, പ്രത്യേക കേരളത്തിൽ നിന്ന് ജോയിൻ ചെയ്തവരുണ്ട്. ഇന്ന് പാട്ടുപാടി അനുഗ്രഹീത ടീം. വാവ്, ഇറ്റ്സ് റിയലി ഓസം. എന്ത് രസമായിട്ടാണ് ആ കുഞ്ഞുങ്ങൾ ദൈവനാമത്തിൽ ദൈവത്തെ സ്തുതിച്ചത്. പ്രിയ ദൈവദാസനും ദൈവദാസിക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യായിരുന്നു. സന്തോഷമായിരുന്നു. വീഡിയോ ഓണാക്കി നമുക്ക് ഇനി 1 മണിക്കൂർ ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മെ തന്നെ ദൈവസ്നത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ കേട്ടതുപോലെ എന്റെ പേര് സിസ്റ്റർ ജെയ്നി മറിയം ജെയിംസ്. ഞാൻ കേരളത്തിൽ തടിയൂർ, തിരുവല്ലയ്ക്കടുത്ത് തടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. രണ്ടുപേരും കർത്താവിന്റെ വചനം അനേക സ്ഥലങ്ങളിൽ പഠിപ്പിക്കുവാനൊക്കെയും ദൈവം സഹായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവചനവുമായി ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി ദൈവമാക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും മിഷൻ പ്രവർത്തനങ്ങൾക്കും ഹല്ലേലൂയ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും വിവിധ സ്ഥലങ്ങളിൽ കടന്നു പോകാനൊക്കെയും കർത്താവ് സഹായിക്കുന്നു. അതേസമയം തന്നെ ദൈവവചനം പഠിപ്പിക്കുവാനും കർത്താവ് കൃപ ചെയ്യുന്നു. പേഴ്സണലായിട്ട് ഞാൻ കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങിയിട്ട് 37 വർഷമായി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കർത്താവിന്റെ വേല ചെയ്തു തുടങ്ങി. കോൺവെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. കർത്താവിന്റെ കൃപയാൽ നാളിതുവരെ കർത്താവിനെ നടത്തുന്നു. നേരത്തെ എന്റെ മീറ്റിംഗിൽ പങ്കെടുത്ത ആളുകൾ കാണുമായിരിക്കും, ഇല്ലായിരിക്കും. കർത്താവിന് സ്തോത്രം. ഈ കർത്താവിന് സ്തോത്രം. ഓൺലൈൻ അറേഞ്ച് പ്രൈസ് ലോർഡ്. താങ്ക് യു ഫോർ ജോയിനിങ്. എല്ലാവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ സ്റ്റുഡൻസിനെ ചിലരെയൊക്കെ ഞാൻ കാണുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വിവിധ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. നേരത്തെ പങ്കെടുത്തിട്ടുള്ളവരുണ്ടാവും. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരും ദൈവം സഹായിക്കട്ടെ. നമ്മെ ദൈവത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിപരമായി നിങ്ങളോട് ഓരോരുത്തരോട് സംസാരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കും. ഇപ്പോൾ ഏകദേശം 45 ഡിവൈസുകളുണ്ട്. ഈ 45 ഡിവൈസിന് എത്ര പേർ ജോയിൻ ചെയ്യുന്നു? അവരോട് എല്ലാവരും. കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത അതാണ്. ദൈവത്തിന്റെ വചനം ശക്തിപ്പെടുത്തുന്നതാ. ദൈവത്തിന്റെ വചനം നമ്മെ സൃഷ്ടിച്ചതാ. എത്ര പേർക്ക് അതറിയാം? നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്റെ വചനം ഉളവാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കിയ ദൈവത്തിന്റെ പദ്ധതികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്റെ വചനം, നമ്മെ നിലനിർത്തുന്ന സസ്റ്റെയിൻ ചെയ്യുന്ന ദൈവത്തിന്റെ വചനം, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കുന്ന ദൈവത്തിന്റെ വചനം, നമ്മെ എംപവർ ചെയ്യുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മുടെ മധ്യത്തിൽ ഉണ്ടാവും. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഈ 4-5 ലൈൻ പാട്ട് നമ്മൾ ഒന്നിച്ച് പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കാം. ഉയർത്തെഴുന്നേറ്റവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനിൻ അധിപതിയേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഉയർത്തെഴുന്നേറ്റവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനിൻ അധിപതിയേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ
മരണത്തിന്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ള സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവൻ പകരുന്നത്, ദൈവത്തിന്റെ വചനം സൗഖ്യമാക്കുന്നത്, ദൈവത്തിന്റെ വചനം രൂപാന്തരം വരുത്തുന്നത്, ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ മാനസാന്തരത്തിലേക്ക് വഴിതെളിക്കുന്നത്, ദൈവത്തിന്റെ വചനം കണ്ണുകളെ പ്രകാശിപ്പിക്കുമ്പോൾ, ഹൃദയത്തെ ആശ്വസിപ്പിക്കുമ്പോൾ, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനം, സൃഷ്ടിപ്പിന്റെ വചനം, ശൂന്യത മാറ്റുന്ന വചനം, വിടുതലാക്കുന്ന വചനം, ഹല്ലേലൂയ ബലപ്പെടുത്തുന്ന വചനം, കുഴികളിൽ നിന്നും വിടുവിക്കുന്ന വചനം, ഹല്ലേലൂയ നിറവിന്റെ വചനം, ഹല്ലേലൂയ നിറവിന്റെ അനുഭവം ഇന്ന് ഞങ്ങളുടെ മേൽ പകരണം. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉപയോഗിക്കുക. PMG ചർച്ചസിലെ എല്ലാ പ്രവർത്തനങ്ങളും, പ്രത്യേക ഡൽഹിയിലെ മിനിസ്ട്രീസിനായിട്ട് സ്വന്തം, സാക്കേതിലെയും ഗുരുഗ്രാവിലെ എല്ലാ മിനിസ്ട്രീസിനെ ഏറ്റവും അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് പാട്ടുപാടി അനുഗ്രഹീത ദൈവദാസിക്കുമായി സ്വന്തം ദൈവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. പ്രത്യേക ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ലീഡ് ചെയ്യുന്ന ദൈവദാസൻ, പ്രത്യേക ഞങ്ങളുടെ മധ്യത്തിലുള്ള ദൈവദാസി, എല്ലാവർക്കായിട്ട് സ്വന്തം, പ്രത്യേക ദൈവദാസൻ കുടുംബത്തിനായിട്ട് സ്വന്തം, ജോയിൻ ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കണം. അടിയനെ ഞങ്ങളുടെ ശബ്ദമായി ഉപയോഗിക്കണം. അങ്ങയുടെ ജനത്തോട് എന്തൊക്കെ സംസാരിക്കണമോ, എവിടെയൊക്കെ അവരുടെ വിഷയങ്ങളുടെ മേൽ തൊട്ട് ഇന്ന് മറുപടികൾ കൊടുക്കണമോ, റബലെ ഹത്തലെ, ചിലതിന്മേൽ വിടുതലായി, ചിലതിന്മേൽ സൗഖ്യമായി, ചിലതിന്മേൽ ശൂന്യതകളെ മാറ്റി നിറവിലേക്ക് നയിക്കുന്ന ചില അനുഭവങ്ങളിലേക്ക് നയിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേക ദൈവമേ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഈ നെറ്റ്വർക്കിനെ, ഇതിന്റെ പ്രോഗ്രാംസിനെ, ഈ പ്ലാറ്റ്ഫോമിനെ ഏൽപ്പിക്കുന്നു. കർത്താവ് എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കട്ടെ. അവരായിരിക്കുന്ന ജീവിത അനുഭവങ്ങളിൽ ദൈവങ്ങളോട് സംസാരിക്കണം. നിത്യതയ്ക്കായി ഒരുക്കുന്ന വചനമാകണം. അതേസമയം തന്നെ ഞങ്ങളെ രൂപപ്പെടുത്തുന്ന വചനവുമാകണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്വന്തം, പരിശുദ്ധാത്മാവ് വലിയവ പ്രവർത്തിക്കുന്നതിനായിട്ട് സ്വന്തം. നിങ്ങളുടെ ദാസനെ കുഞ്ഞുങ്ങൾ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടുന്നു. അനുഗ്രഹവാക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സഹോദരിമാർക്കായിട്ടെല്ലാം സ്തോത്രം. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. വിവിധ രാജ്യങ്ങളിലും വിവിധ ദേശങ്ങളിലും ജോയിൻ ചെയ്ത എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും പ്രതിഫലം തരികയും ചെയ്യട്ടെ. ജോയിൻ ചെയ്ത 47 ഡിവൈസുകൾക്കായിട്ടും സ്തോത്രം. നിങ്ങൾക്ക് ഹല്ലേലൂയ ജോലിയിൽ അല്ലെ അത്യാവശ്യം അല്ലാത്തവരെല്ലാവരും ദയവേത് നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കുകയാണെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളോടെല്ലാം ദൈവാത്മാവ് സംസാരിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നാം പോകുകയാണ്. എന്നാൽ അതേ സമയം തന്നെ വ്യക്തിപരമായി ദൈവാത്മാവ് ഹല്ലേലൂയ ദൈവത്തിൽ കൂടെ ഇടപെടും. ചിലരോട് ഒരു പക്ഷെങ്കിൽ പേഴ്സണൽ ആയിട്ട് ദൈവത്തിന്റെ ആത്മാവ് ദൂതുകൾ അറിയിക്കും. കർത്താവിന് സ്വന്തം ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിന് ഞാൻ എന്നെ വിട്ടുകൊടുക്കുകയാണ്. എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്നെ പരിചയമില്ലെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞുവല്ലോ. എന്റെ പേര് സിസ്റ്റർ ജെയ്നി മറിയം ജെയിംസ്. ഞാൻ സ്ഥലം പറഞ്ഞു, തിരുവല്ലയ്ക്ക് അടുത്ത് തടിയൂർ. കർത്താവിന്റെ ദാസന്റെ പേര് ഡോക്ടർ ജെയിംസ് മാത്യു. ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കഴിഞ്ഞ 27 വർഷമായി കുടുംബമായി കർത്താവിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങള് കർത്താവിനായി പ്രയോജനപ്പെടുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ രണ്ടുപേരും, ഒരാൾ പഠിത്തം കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിച്ചു, അടുത്തയാൾ പഠിക്കുന്നു, രാജസ്ഥാനിലായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കണമേ. 2 ആൺമക്കളാണുള്ളത്. അവരെയും ഓർക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാനും പിന്നെയും എന്റെ പഠനത്തിനായിട്ട് ജോയിൻ ചെയ്ത് എന്റെ PhD പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ദൈവകൃപയാൽ എന്റെ ക്ലാസ്സുകൾ തുടങ്ങിയിരിക്കുന്നു. പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുത്ത അലഹബാദ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ എന്റെ ദൈവത്തിന് സ്വന്തം, ഡൽഹിക്ക് അടുത്ത് UP അലഹബാദ് യൂണിവേഴ്സിറ്റിയിലാണ് എന്റെ ഹല്ലേലൂയ ഡോക്ടറൽ പ്രോഗ്രാം ചെയ്യുന്നത്. അതിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കുന്ന ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം മുഴുവൻ കർത്താവിന്റെ ഒരു വലിയ ദൈവ പ്രവൃത്തിയുടെ ആഴം വെളിപ്പെടുത്തുന്ന അധ്യായമാണ്. യോഹന്നാന്റെ സുവിശേഷം എന്നാൽ തന്നെ ദൈവശാസ്ത്രപരമായ സുവിശേഷമാണ്. തിയോളജിക്കൽ ഗോസ്പൽ. ദൈവശാസ്ത്രപരമായ ഈ സുവിശേഷത്തിൽ ഹല്ലേലൂയ യേശു ക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും നമുക്ക് വായിക്കുവാൻ കഴിയത്തില്ല. യേശു ക്രിസ്തു പറഞ്ഞ എല്ലാ സന്ദേശങ്ങളും ഇതിനകത്ത് കാണുവാൻ കഴിയത്തില്ല. യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണം ഒന്നും നമുക്ക് ഇതിനകത്ത് വായിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ വളരെ ചുരുക്കമായി, എന്നാൽ അതേ സമയം തന്നെ ശക്തമായി ദൈവശാസ്ത്രപരമായി
യേശുവിനെ ക്രിസ്തു എന്ന് തെളിയിക്കുന്ന സുവിശേഷം അത്ര യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാൻ സുവിശേഷം 20:31 ഈ സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം ലേഖകനായ ശ്രേഷ്ഠനായ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ യോഹന്നാൻ സുവിശേഷം എഴുതിയത് തന്നെ ടു പ്രൂവ് ജീസസ് ആസ് ദി സൺ ഓഫ് ഗാഡ്, ദ ക്രൈസ്റ്റ്, ദ മെസ്സിയ. കർത്താവിന് സ്തോത്രം. യേശുവിനെ ക്രിസ്തു എന്ന് തെളിയിക്കാനാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എഴുതി തുടങ്ങുന്നത് In the beginning was the word, and the word was with God, and the word was God. ആദിയിൽ ദൈവവചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 2, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. 3, സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. 4-ാം വാക്യം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. 9-ാം വാക്യം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ 12-ാം വാക്യം നമ്മുടെ സ്വന്തം. എന്താണ്? എല്ലാവരും ചേർന്ന് പറ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം നൽകി. ദൈവത്തിന് സ്തോത്രം പറയാമോ? നമുക്ക് ദൈവം ഒരു വലിയ എംപവർമെന്റ് തന്നു. എന്താണ് ആ എംപവർമെന്റ്? ടു ബിക്കം ഹിസ് ചിൽഡ്രൻ. ഹൗ? എങ്ങനെ? ദൈവത്തിന്റെ മക്കളാക്കി നമ്മെ മാറ്റി. എങ്ങനെ മാറ്റി? കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനായി നാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന് സ്തോത്രം, നാം ദൈവത്തിന്റെ മക്കളായി മാറി. നാം അവനെ കർത്താവ് എന്ന് വിളിക്കാൻ തുടങ്ങി. ദ ലോർഡ് ക്രിയോസ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായി കർത്താവ് മാറി. ഹല്ലേലൂയ. നാം അവന്റെ ദാസരായി മാറി, ഡ്യൂലോസായി മാറി. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഓരോരുത്തരോടും ദൈവവചനത്തിന്റെ ആഴത്തിൽ സംസാരിക്കും. ദൈവവചനത്തിന് വളരെ ശക്തമായ ശക്തിയുണ്ട്. ഒന്ന് പറയാമോ? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും. പറ. ജീവനും ചൈതന്യവും നിറഞ്ഞതും ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും, പറ, നിങ്ങൾ പറ, പ്രാണനെയും ആത്മാവിനെയും എവിടെയൊക്കെ കയറി ചെല്ലും? അത് നമ്മുടെ പ്രാണമണ്ഡലത്തിൽ. 2, ആത്മമണ്ഡലത്തിൽ. 3, സന്ധിമജ്ജകൾ, ദേഹമണ്ഡലത്തിൽ. ഹല്ലേലൂയ. അതേ വചനത്തിന്റെ അടുത്ത ആഴം പറയാമോ? 1 തെസ്സലോനിക്കർ 5:23. എന്താണത്? സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. ഈ 3 റലംസിലുമാണ് ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. എവിടൊക്കെ? ആത്മമണ്ഡലത്തിൽ, പ്രാണമണ്ഡലത്തിൽ, ദേഹമണ്ഡലത്തിൽ. ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ രോഗം അനുഭവിക്കുന്നുവെങ്കിൽ ശാരീരികമായി അവിടെ സൗഖ്യം വ്യാപരിക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത് വ്യാപരിക്കുന്നത്. നിങ്ങളായിരിക്കുന്ന അനുഭവം ഏതാണോ? നിങ്ങളെ ആരും കാണുന്നില്ല, നിങ്ങളുടെ കൂടെ ആരും കാണത്തില്ലായിരിക്കാം. നോ വറീസ്, അതൊന്നും വിഷയമല്ല. നിങ്ങൾ എന്നിൽ ഇത് ശക്തമായി വസിക്കണം, എന്നിൽ ഇത് വിടുതലായി തീരണമെന്ന് ആരേറ്റെടുക്കുന്നുവോ ഈ സൂം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സാക്ഷ്യവുമായി മുമ്പിൽ വരും. ഇതിങ്ങനെ തുടർച്ചയായി എന്റെ ശുശ്രൂഷയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുഭവിക്കുന്ന തീച്ചൂള ഏതാണോ, ഇന്ന് ദൈവവചനം സംസാരിക്കുന്നതിനിടയ്ക്ക് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വന്നിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന ഒത്തിരി യങ്സ്റ്റേഴ്സിനെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ചെറുപ്പക്കാരെ ഞാൻ കാണുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ ചൊല്ലി ഒത്തിരി ആകുലതകൾ ഉള്ളവരായിരിക്കാം. നിങ്ങൾ എന്ത് നാളെ സംഭവിക്കും എന്നതിനെ കുറിച്ച് തികച്ചും പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കാം. എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വെക്കണമെന്ന് അറിയാത്തവർ ആയിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഓരോരുത്തരോട് ഇടപെടുകയാണ്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് ഒരു യങ്സ്റ്ററിനെ കൊണ്ടുവരിക. നമ്മൾ അതിന് ചാപ്റ്റർ 9 വരണം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക്. ഹല്ലേലൂയ. കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് വരാം. ഏത് വചനവും പഠിക്കുന്നുണ്ടെ ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദാറ്റ് സ്ക്രിപ്ചർ. ആ സ്ക്രിപ്ചറിന്റെ കോണ്ടെക്സ്റ്റ്, അതിന്റെ പശ്ചാത്തലം നാം പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആദ്യം അതിന്റെ പശ്ചാത്തലത്തിലേക്ക് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു?
ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. യെസ് പ്ലീസ് കണ്ടിന്യൂ. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്ങൾ വെളിവാകേണ്ടതെന്നത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും, ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ അയച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെയുള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. മതി, ഞാൻ തന്നെ എന്ന് അവൻ. താങ്ക് യു സോ മച്ച്. പ്ലീസ് റീഡ് വേഴ്സ് നമ്പർ 35 ഓൺവേർഡ്സ് ഓൾസോ. 35 മുതൽ ഒന്നുകൂടി വായിക്കാം. അതേ അധ്യായം തന്നെ 35 മുതൽ. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനെ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, യജമാനെ, അവൻ ആറാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. മതി. താങ്ക് യു സോ മച്ച് സിസ്റ്റർ റെൻസി മോബി തോമസ്. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു. പാസ്റ്റേഴ്സ് വൈഫിനെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ, ഐശ്വര്യമായി പ്രതിഫലങ്ങളെ തരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു മെസ്സേജിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്നുള്ളതാണ്. ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഇനി സൂം ജോയിൻ ചെയ്യാൻ പറ്റിയത് ഒരു ദൈവപ്രവൃത്തിയാണ്. ഓക്കെ, ഒരു പക്ഷെങ്കിൽ നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തതിനൊക്കെ അപ്പുറമായി ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നതിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? എനിക്ക് വളരെ കൃത്യമായി ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിനകത്തൂടെ ദൈവാത്മാവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ സിറ്റുവേഷൻ എത്ര ഹാർഡാണെങ്കിലും, ഏത് പ്രതിസന്ധി നിറഞ്ഞതാണെങ്കിലും, കാരണം പേഴ്സണലായിട്ട് ജെയ്നിക്ക് നിങ്ങളെ അറിയത്തില്ല, ബട്ട് ദ ഫാദർ ഹൂ ലവ്സ് us and who created us, കർത്താവിന് നമ്മെ സൃഷ്ടിച്ച കർത്താവ്, നമ്മെ ആക്കി വെച്ചിരിക്കുന്ന കർത്താവ്, നമ്മെ തന്റെ പദ്ധതിയിൽ ഇന്ന് വൈകുന്നേരം ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു കൂട്ടിയിരിക്കുന്ന പിതാവ്, ഇതിന്റെ ഉദ്ദേശം നിങ്ങളെ സംസാരിച്ചിരിക്കും, നിങ്ങളെ തൊട്ടിരിക്കും, നിങ്ങളിൽ അത് ദൈവകൃപയായിട്ട് വ്യാപരിക്കുകയും ചെയ്യും. അത് അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊള്ളുക, അതിനെ ഏറ്റെടുത്തുകൊള്ളുക. കർത്താവിന് സ്വന്തം 51 ഡിവൈസുകളുണ്ട്. എല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒന്ന്, ഇതിന്റെ കോണ്ടെക്സ്റ്റിലേക്കൊന്ന് പോകാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ 4 പേരാണ് സുവിശേഷമായി എഴുതിയത്. നമുക്കറിയാം. 60കളിൽ ബാക്കി 3 പേരും എഴുതി. അവരെഴുതിയത് സുൻആപ്സിസ് അല്ലെങ്കിൽ സിനോപ്റ്റിക് എന്ന് പറയും, സമവീക്ഷണമായിട്ടാണ്. ഏകദേശം ഒരേപോലെയൊക്കെ 3 പേരും എഴുതി തീർത്തു. എന്നാൽ അവരെഴുതാത്ത ഒരു യേശുവിനെ യോഹന്നാൻ പ്രസന്റ് ചെയ്യുക. സ്തോത്രം. ഈ യേശുവിന്റെ പ്രത്യേകത എന്താണ്? ഹല്ലേലൂയ, ദൈവത്തിന്റെ പുത്രനായിട്ട് പ്രസന്റ് ചെയ്ത്. മർക്കോസ് ചെയ്യുമ്പോൾ മർക്കോസ് 1:1 നമുക്കറിയാം ദൈവപുത്രന്റെ സുവിശേഷമാണ്, യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. എന്നാൽ യോഹന്നാൻ പ്രസന്റ് ചെയ്യുമ്പോൾ മർക്കോസോ മത്തായിയോ ലൂക്കോസോ എഴുതിയതുപോലെ യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം ഒന്നും എഴുതുന്നില്ല. എണ്ണി തിട്ടപ്പെടുത്തി യേശു കർത്താവ് തന്റെ ഐഹികകാല ശുശ്രൂഷയിൽ ചെയ്ത 7 അടയാളങ്ങൾ, അതും അത്ഭുതമായിട്ടല്ല, സയൻസ്. ഹല്ലേലൂയ, സയൻസ്. അതെന്ത് പറയാൻ അറിയാമോ? അതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അടയാളമായി. നമുക്കറിയാം അടയാളങ്ങളെ കുറിച്ച്. നമ്മൾ പോകുന്നിടത്തൊക്കെ സിഗ്നൽസ് ഉണ്ട്, റൈറ്റ്? നിങ്ങളിൽ പലരും ഇങ്ങനെ വലിയ സിറ്റികളിൽ ജീവിക്കുന്നവരാണ്. സിഗ്നൽസ് ഉണ്ട്. ആ സിഗ്നൽ ചൂണ്ടിക്കാണിക്കുന്ന ഒത്തിരി ആഴങ്ങളായ കാര്യങ്ങളുണ്ട്. ആ ഒരു സിഗ്നലിനകത്തൂടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഹല്ലേലൂയ. ചില സിഗ്നൽസ് നമുക്ക് ഒത്തിരി എന്തോ ആയിരിക്കും, നേരിടാൻ പോകുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കാം, റൈറ്റ്? നമ്മളൊരു കോവിഡ് കാലം കഴിഞ്ഞു വന്നതുകൊണ്ട് നമുക്ക് എത്ര എളുപ്പമാണ് ഈവൻ ദ മെഡിക്കൽ ടേംസ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ.
എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 അടയാളങ്ങൾ മാത്രം. അവയെ ഓരോന്നും എഴുതിയതിന്റെ പ്രത്യേക ഉദ്ദേശം ഉൾപ്പെടെ അവിടെ എഴുതുകയാണ്. അവിടെ എന്തിനാണ് എഴുതിയേക്കുന്നതെന്ന് അറിയാം. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 അടയാളങ്ങൾ, 7 ഞാൻ പ്രസ്താവനകൾ. അത് മറ്റുള്ളവരാരും എഴുതിയിട്ടില്ല. ഒന്നാമത്തേത് 6:35 6:35 ഐ എം ദ ബ്രെഡ് ഓഫ് ദ ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. സെക്കൻഡ് വൺ 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചം, ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. തേർഡ് വൺ 10:7-9 ഐ എം ദ ഡോർ ഓഫ് ദ ഷീപ്പ്, എന്താണത്, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. നാലാമത്തേത് 10:11 ഐ എം ദ ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ല ഇടയനാകുന്നു. അഞ്ചാമത്തേത് 11:25 ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്. ആറാമത്തേത് 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ എന്തുവാണ്, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ വൺ, ബട്ട് നോട്ട് ദ ലീസ്റ്റ് വൺ, ദാറ്റ്സ് ദ ബെസ്റ്റ് വൺ, ആൻഡ് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് analogical hallelujah saying, I am saying hallelujah, what is that? I am the true vine, and you are the branches. My father is a gardener and you are the branches. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, നിങ്ങൾ എന്നിലെ കൊമ്പുകളുമാകുന്നു. ഹല്ലേലൂയ. ഈ ഐ ആം സെയിങ്സും ആഴമായി വെളിപ്പെടുത്തി അതുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നതാണ് സൈൻസും. ശ്രദ്ധിച്ചോണേ, 7 സൈൻ. അതിൽ ഒന്നാമത്തെ സൈൻ എന്തുവാ? ഒരാൾ കാണാതെ പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒന്നാമത്തെ അടയാളം ആരാ പറയുന്നത്? വെരി ഗുഡ്. കാനാവിലെ കല്യാണത്തിന് എന്ത് ചെയ്തു? ആ പറഞ്ഞാൾ മുഴുവൻ പറഞ്ഞേ. കാനാവിലെ കല്യാണം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? സാധാരണ വെള്ളത്തെ വീഞ്ഞാക്കി, പച്ചവെള്ളത്തെ എന്തു ചെയ്തു? വീഞ്ഞാക്കി മാറ്റി. ഒന്ന് കരമടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. വണ്ടർഫുൾ. രണ്ടാമത്തെ അടയാളം ആർക്ക് പറയാം? രണ്ടാമത്തെ അടയാളം ഒരാൾ പറഞ്ഞേ. രണ്ടാമത്തെ അടയാളം യോഹന്നാന്റെ സുവിശേഷത്തിലെ. ഓക്കെ, അവനെ സൗഖ്യമാക്കി. സൂപ്പർ, വണ്ടർഫുൾ. വീഡിയോയിൽ ഇല്ലാത്തവരൊക്കെയാണ് പ്രസന്റ് ചെയ്യുന്നത്. കർത്താവിന് സ്വന്തം വീഡിയോയിലൊക്കെ വരണം. അനിയാന്റിയാ പറഞ്ഞത്. വണ്ടർഫുൾ, താങ്ക് യു അനിയാന്റി. രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കി, 4-ാം അധ്യായം. മൂന്നാമത്തെ സൈൻ 5-ാം അധ്യായത്തിൽ കർത്താവിന് സ്വന്തം. നമുക്കറിയാം 5-ാം അധ്യായത്തിലെ എന്തോ സൈൻ ആർക്ക് പറയാം? ചാപ്റ്റർ 5 വേഴ്സ് 1 onwards എന്തുവാ? പെട്ടെന്ന് പറഞ്ഞേ. ബെഥെസ്ദ കുളക്കടവിലെ ആ രോഗിയെ സൗഖ്യമാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ സൈൻ എന്തുവാ? ഞാൻ യങ്സ്റ്റേഴ്സിനോട് സംസാരിക്കുന്നത് കൂടുതലും. യങ്സ്റ്റേഴ്സ് ഒക്കെ ചാടി ചാടി ഉത്തരം പറയണം. സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ശക്തരാകുക കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ടീച്ചറിനെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. വണ്ടർഫുൾ, നോ പ്രോബ്ലം. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ ഒരു പോയിട്ടൊന്ന് വായിക്കണേ യോഹന്നാന്റെ സുവിശേഷം. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ബൈബിള് ഇന്റിമേറ്റ് ആക്കണം എന്ന് പറയട്ടെ ഞാൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും സമാധാനമായും സന്തോഷമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവകൃപയോടെ വായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വചനം നിങ്ങളിൽ നിറഞ്ഞിരിക്കണം. ഈ ബോട്ടിലിനകത്ത് എല്ലാം വെള്ളം തന്നെ. ഇത് തിരിച്ചു പിടിച്ചാലും മറിച്ചു പിടിച്ചാലും ഇത് വെള്ളം തന്നെ. ഇതെവിടെ മുറിച്ചാലും ഇതിനകത്തുനിന്ന് വെള്ളമേ പുറപ്പെടത്തുള്ളൂ. ഈ വിക്സ് ബോട്ടിലിനകത്ത് വിക്സ് മാത്രം. ഇതെവിടെ പൊട്ടിച്ചാലും വിക്സേ വരത്തുള്ളൂ. നമ്മൾ രാവിലെ പല്ല് തേച്ചപ്പോ ആ ട്യൂബിനകത്ത്, ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബിനകത്ത് പേസ്റ്റ് മാത്രം. എവിടെ പൊട്ടിച്ചാലും ആ പേസ്റ്റേ പുറത്ത് വരത്തുള്ളൂ. നെഞ്ചത്തോട്ട് കൈവച്ചേ. ക്രൈസ്റ്റ് ഇൻ ആണ് നമ്മൾ ക്രിസ്ത്യൻ. ക്രൈസ്റ്റ് ഇൻ. ക്രൈസ്റ്റ് ഇന്നിന്റെ എവിടെ മുറിച്ചാലും ആര് പുറത്ത് വരണം? ക്രൈസ്റ്റ്. അതാ യോഹന്നാന്റെ സുവിശേഷം. മുഴുവൻ ക്രൈസ്റ്റിനെ വെളിപ്പെടുത്തുന്ന യോഹന്നാന്റെ സുവിശേഷം. നോബഡി എൽസ്. വേറെ ഒന്നുമില്ല. ആഴത്തിലുള്ള ദൈവപ്രവൃത്തിയുടെ മഹത്വമാണ് യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ. അങ്ങനെ ഓരോ അടയാളം പറഞ്ഞു പറഞ്ഞ് ഐ ആം സെയിങ്സും പറഞ്ഞ് നമുക്കറിയാം എന്തിനാ അവർക്ക് ഭയങ്കര ലാക്കേജ് വന്നു. എന്തുവാ ലാക്കേജ് വന്ന? ബ്രെഡിന് ലാക്കേജ് വന്നപ്പോ അവർക്ക് ബ്രെഡ് എല്ലാം കൊടുത്തു. അവർക്ക് ബ്രെഡ് എല്ലാം കൊടുത്തു. നിങ്ങൾക്ക് അറിയാലോ ചാപ്റ്റർ 6-നകത്ത്. ചാപ്റ്റർ 6 ഒന്ന് എടുത്ത എല്ലാവരും. ചാപ്റ്റർ 6-നകത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് ബ്രെഡിന് ലാക്കേജ് വന്നു. ഫുഡില്ല. ഫുഡെല്ലാം കിട്ടി. ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ നെക്സ്റ്റ് പ്ലാൻ എന്തുവാണെന്നറിയാമോ? ഒന്ന് വായിച്ചോ അതിന്റെ 15-ാമത്തെ വാക്യം. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. ഹല്ലേലൂയ. 15-ാമത്തെ വാക്യം വന്നപ്പം അവരൊരു കാര്യം ചെയ്യാൻ വന്നു. എന്താണെന്നറിയാമോ? അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു. അവർക്ക് ഫുഡ് കിട്ടിക്കഴിഞ്ഞപ്പം അവർക്കൊരു കാര്യം ചെയ്തു. അവരോർക്കുന്ന ഒക്കെ ഈ യേശുവിനെ പിടിച്ചിപ്പോ എന്താക്കിയേക്കാം? കിങ് ആക്കിയേക്കാം. ഒരു കിങ് ആക്കിയേക്കാന്ന് ഓർത്തു. കർത്താവ് പെട്ടെന്ന് അവിടുന്ന് മാറുകയാണ്.
തനിച്ച് കർത്താവ് എന്തോ എടുത്തു. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇതിനകത്തുനിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, കർത്താവ് എപ്പോഴും ആഗ്രഹിച്ച് തന്റെ നാഴികയ്ക്കായിട്ടാണ്. താൻ വന്നതിന്റെ ഉദ്ദേശം തിരിച്ചറിഞ്ഞു. അതിനിടയ്ക്ക് വന്നതൊന്നുമേ കർത്താവ് ഏറ്റെടുത്തില്ല. നിങ്ങളുടെ ജീവിത ഉദ്ദേശം, ഞാനൊരു ആദ്യത്തെ മെസ്സേജ് ആയിട്ട് തന്നെ പറയാം, നിങ്ങളുടെ ജീവിത ഉദ്ദേശം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ വഴിമധ്യേ നിങ്ങളുടെ ഉദ്ദേശത്തെ ഡിലേ ആക്കുന്ന പ്രോഗ്രാംസിനോട് നിങ്ങൾ നോ പറയും. യങ്സ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അത് അങ്ങനെ തന്നെ സംസാരിക്കാൻ ദൈവാത്മാവിനെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്, നിങ്ങൾക്കൊരു ഗോളുണ്ട്. ആ ഗോളിലേക്ക് എത്തുന്നതിന് മുൻപ് നിങ്ങളെ വഴിമധ്യേ ഡിലേ ആക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞോണം. യു ഹാവ് ടു ഗോ ഫോർവേഡ്. ഹല്ലേലൂയ. ഇവിടെ ഇതിങ്ങനെ സംഭവങ്ങളൊക്കെ കഴിയുന്നു. അടുത്ത ഐ ആം സെയിങ് കർത്താവ് പറഞ്ഞു 8-ാം അധ്യായത്തിൽ ചാപ്റ്റർ 8 സെക്കൻഡ് ഐ ആം സെയിങ് എന്താണെന്നറിയാം? ചാപ്റ്റർ 8:12 ആണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അത് എപ്പോഴാ പറയുന്നത് നിങ്ങൾക്ക് അറിയാവോ? സിൻ ആണ്. വാട്ട് ഇസ് ഡാർക്ക്നെസ്? Chapter 1:4. In him was life. That life is the light of men. And the light shines in the darkness. നോക്കൂ, അവനിൽ വെളിച്ചമുണ്ടായിരുന്നു. അവനിൽ വെളിച്ചമുണ്ടായിരുന്നു. വെളിച്ചം എവിടെ പ്രകാശിക്കും? ഇരുളിൽ പ്രകാശിക്കും. ആ വെളിച്ചമാണ് മനുഷ്യരുടെ ആ ലൈഫ്, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചം. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും. പാപത്തിന്റെ ഇരുട്ട്, ശ്രദ്ധിച്ചോണേ, ലോകത്തിന്റെ ഇരുട്ട്, ജഡമോഹങ്ങളുടെ ഇരുട്ട്, ജഡ സ്വഭാവങ്ങളുടെ ഇരുട്ട്, ഇനിയും ഇരുട്ടിന്റെ അധിപതിയായവന്റെ ഇരുട്ട്. സ്തോത്രം. ഇരുട്ടിന്റെ അധിപതിയായവൻ, അത് തന്നെ കുറച്ചുകൂടെ പറയാൻ അവന്റെ സ്വഭാവം പറയാം, മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക, സ്റ്റീൽ ചെയ്യുക, നിങ്ങളുള്ളത് പീസ് ഓഫ് മൈൻഡിനെ എടുത്തു കളയുക. അത് അവന്റെ പദ്ധതി. സെക്കൻഡ് എന്തുവാണെന്ന് അറുത്ത് കളയുക, എല്ലാത്തിനും ഡിസ്ട്രോയ് ചെയ്യുക. പിന്നെ മൂന്നാം എന്തുവാ പറയുന്നത്? നശിപ്പിക്കുക, അവനെ തകർത്ത് കളയുക, മുടിച്ചു കളയുക, കൊല്ലുക. ഇതാണ് ഇരുട്ടിന്റെ പരിപാടി. എന്നാൽ ക്രിസ്തുവാകുന്ന വെളിച്ചം പറയുകയാണ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അത് എപ്പോഴാ പറയുന്നത്? 8:12. എന്നാൽ അതിന്റെ പറയാനുള്ള കോണ്ടെക്സ്റ്റ് എന്തുവാ? 8:1 ഓൺവേർഡ്സാ. അവിടെ അതാ ഇരുട്ട് ജീവിച്ച ഒരു സ്ത്രീ പുറത്തേക്ക് വരിക. ഇരുട്ടിനകത്ത് ജീവിച്ച ഒരു സ്ത്രീ, ഇരുട്ടെന്ന് പറഞ്ഞാൽ പാപം, ദാറ്റ് സിൻഫുൾ വുമൻ, അവളെ പുറത്ത് കൊണ്ടുവന്നു. അവരെ യേശുവിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇവളെ യേശുവിനെ പരീക്ഷിക്കാനാ കൊണ്ടുവന്നേക്കുന്നത്. ഇവളെ ഇപ്പൊ എന്തോ ചെയ്യണ്ടേ? ന്യായപ്രമാണത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ന്യായപ്രമാണം എഴുതിയ വിരലുകൾ, റബൽ ഖബാ റബസ്സദേ, ന്യായപ്രമാണത്തെ എഴുതിയ അതേ വിരലുകൾ നിലത്തെഴുതിക്കൊണ്ട് ന്യായപ്രമാണ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൾ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. ഹല്ലേലൂയ. ഒരു കാരണം, ഒരുത്തരും അവിടെ നിന്ന് ന്യായപ്രമാണ കർത്താവിന്റെ മുൻപിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. മൂത്തവർ മുതൽ ഇളയവർ വരെ വിട്ടിട്ട് പോയി. അവസാനം ആ സ്ത്രീ ശേഷിക്കുകയാണ്. യേശു കർത്താവ് അവളോട് ചോദിക്കുകയാണ്, എവിടെ? അവൾ പറഞ്ഞു, ഇല്ല, ആരുമില്ല, എല്ലാരും പോയി. കർത്താവ് പറഞ്ഞു, എനിക്ക് വേറൊന്നുമില്ല നിന്നോട് പറയാൻ. ഒരു കാര്യം, ഡോണ്ട് ഡു സിൻ അഗൈൻ. ഇനി നീ പാപം ചെയ്യരുത്. ഇതാണ് പിതാവിന്റെ സ്നേഹം. ഒന്ന് സ്തോത്രം പറയാം. ഇതാണ് കർത്താവിന്റെ സ്നേഹം. ഉള്ളത് മുഴുവൻ നശിപ്പിച്ചു പോയി, ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയ ആ മകൻ തിരിച്ചു വരുന്നതും നോക്കി നിൽക്കുന്ന പിതാവിനെ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ഉള്ളത് മുഴുവൻ തകർത്ത് കളഞ്ഞു. ഇനിയും അവനെ എനിക്ക് കാണണ്ടെന്ന് സാധാരണ ചിന്തിക്കാം. എന്നാൽ ഈ പിതാവ് എങ്ങനെയാണെന്ന് അറിയാമോ? എന്റെ വീട് വിട്ടിറങ്ങിപ്പോയ കുഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവ്, അവനെ ഹഗ് ചെയ്യുവാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു പിതാവ്. ദാറ്റ് ഈസ് അവർ ഹെവൻലി ഫാദർ. ഞാൻ ഈ ഒരു ഇൻസിഡന്റിൽ കൂടെ നിങ്ങളുടെ അടുത്തോട്ട് ഒരു ഹെവൻലി ഫാദറിനെ അങ്ങ് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ഒരു പക്ഷേ ഫാദർ ഉണ്ടാവാം, മദർ ഉണ്ടാകാം, ഹസ്ബൻഡ് ഉണ്ടാകാം, ചിൽഡ്രൻ ഉണ്ടാകാം, സിബ്ലിങ്സ് ഉണ്ടാകാം, യുവർ ഫ്രണ്ട്സ് ഉണ്ടാകാം, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ കണ്ടേക്കാം. പക്ഷെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ആരാണെന്നറിയാമോ? നമുക്കറിയാം, യേശു ക്രിസ്തു നമ്മളെ രക്ഷിച്ചു വീണ്ടെടുത്തതെല്ലാമാണ്. അതിനപ്പുറമായി ഞാൻ അതിനെ വേറൊരു കൺസെപ്റ്റിലോട്ട് കൊണ്ടുവരികയാണ്. എ ഹെവൻലി ഫാദർ. നിങ്ങൾക്കൊരു ഹെവൻലി ഫാദർ, നിങ്ങൾക്കൊരു
ഉണ്ടെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മയുണ്ടാകണം. ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ എം അലോൺ. ദൈവാത്മാവ് ചിലതിനെ തൊട്ട് സംസാരിക്കുകയാണ്. പലപ്പോഴും നീ ലോൺലിനെസ്സിനകത്താണ്, നിനക്ക് ഇരുട്ടിനെയാണ് ഇഷ്ടം, നിനക്ക് പുറത്തു വരാൻ ഇഷ്ടമല്ല. പലപ്പോഴും നീ ഓർത്തു വെച്ചേക്കുന്നത് ഹല്ലേലൂയ, എന്നെ ആളുകളെല്ലാം തെറ്റിദ്ധരിക്കുന്നു, എന്നെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, ഞാൻ അറിയാത്ത കാര്യങ്ങൾ പറയുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് പീപ്പിൾ. കർത്താവിന്റെ സ്വന്തം എനിക്ക് അവിടെ പോകണ്ട, അവരെ കാണണ്ട, എനിക്ക് അങ്ങനെയുള്ളവരെ കേൾക്കുക പോലും വേണ്ട, എനിക്ക് കുറച്ച് സ്വസ്ഥത മതി. ഐ വാണ്ട് ടു ബി അലോൺ. ഐ വാണ്ട് ടു ബി അലോൺ. ഇങ്ങനെ ചിന്തിക്കുന്ന ചിലര് ദൈവത്തിന്റെ ആത്മാവ് തൊട്ട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, നിന്റെ ഏകാന്തതയിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. That is your heavenly father. അവൻ ഇറങ്ങി വന്നാൽ അവൻ നിന്റെ ശൂന്യതകളെ മാറ്റും, അവൻ നിന്നെ പണിതെടുക്കും. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ഇത് പറഞ്ഞിട്ട് കർത്താവ് അവളോട് പറഞ്ഞു, അവളെ വിട്ടു, അവൾ ഫ്രീ ആയി പോയി കഴിഞ്ഞിട്ട് കർത്താവ് the next verse 8:12, I am the light of the world. ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. എവിടെ ഇരുട്ടുണ്ടോ, പാപത്തിന്റെ ഇരുട്ടാകട്ടെ, രോഗത്തിന്റെ ഇരുട്ടാകട്ടെ, നാശത്തിന്റെ ഇരുട്ടാകട്ടെ, ശത്രുവായി ഉണ്ടാക്കിയ ഇരുട്ടാകട്ടെ, ഹല്ലേലൂയ, ഏത് ഇരുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അപ്പോസ്തലൻ എഫീസ് ലേഖനം 5-ാം അധ്യായത്തിൽ കാണുന്നത്. ഒരാൾ എടുത്ത് പെട്ടെന്ന് വായിച്ചു, എഫീസ് 5:8 പെട്ടെന്ന് വായിച്ചു. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു. മുമ്പേ നമ്മൾ ആരായിരുന്നു? ബിഫോർ നമ്മൾ ഏത് അനുഭവത്തിലായിരുന്നു? എടുത്ത് വായിച്ചു എഫീഷ്യൻസ് 5:8 പ്ലീസ്. For you were once darkness, but Yes. now you are the light in the world. Live Amen. light Yes. Continue. and find out what pleases the Lord. Have nothing to do with the fruitless deed of darkness, but rather expose them. For it is shameful when to mention what is disobedient do in secret, but everything exposed by the light becomes visible. For Amen. it is light that Yes. makes everything visible. That is why it is said, wake up, O sleeper, rise from the dead, and Christ will shine on you. Amen. Praise the Lord. Thank you so much, Jiva. Thank you so much, Jiva. Praise the Lord. ഹല്ലേലൂയ. ജീവയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുമ്പേ നമ്മൾ ആരായിരുന്നു? ഇരുട്ടായിരുന്നു. ഇപ്പോഴാരാ? കർത്താവിൽ വെളിച്ചമാ. എങ്ങനെ ഈ ലൈറ്റ് കിട്ടിയേ? ക്രിസ്തു തന്ന വെളിച്ചമാ. നമ്മളിലേക്ക് ക്രൈസ്റ്റ് വന്നപ്പോ നമ്മൾ എൻലൈറ്റൻഡ് ആയി. റൈറ്റ്? ദൈവത്തിന് സ്തോത്രം. അതിന്റെ ആഴമാണ് അപ്പോസ്തലൻ പത്രോസ് പറയുന്ന വചനം നിങ്ങൾക്ക് എല്ലാം അറിയാം, കാണാതെ പഠിക്കാൻ അറിയാലോ. എന്താ ഒന്ന് വായിച്ചേ, ആരൊക്കെ പറയാം? 2 Peter 2:9 ഒരാൾ കാണാതെ പറഞ്ഞേ. 2 Peter 2:9 ഒരാൾ കാണാതെ പറഞ്ഞേ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയവർഗവും വിശുദ്ധ വർഷവും സ്വന്തം ജനവും. വചനം എത്രത്തോളം നിങ്ങളിലുണ്ടോ അത്രത്തോളം നിങ്ങൾ അമ്പവേടാ. ഈ വചനത്തെ മറപ്പിക്കുന്നത് പിശാചാണ്, ഓർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവും. റഫറൻസ് അറിയാലോ, ജോൺ 14:9. ഈ വചനമെല്ലാം ഓർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, മറപ്പിക്കുന്നത് പിശാച. നിങ്ങൾ വചനം മറന്നു പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞോണം. ബി അലേർട്ട്. സ്റ്റിയറിംഗ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവാം. സ്റ്റിയറിംഗ് കയ്യിൽ നിന്ന് പോയാൽ അപകടം ഉറപ്പാണ്. സ്റ്റിയറിംഗ് കയ്യിൽ നിന്ന് പോയാൽ എവിടെയും പോയി ഇടിക്കും. ബി അലർട്ട്ഫുൾ. അവിടെ നമ്മൾ അലർട്ട് ആകണം. ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. വചനം മറപ്പിച്ച് കളയുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് മടങ്ങി വരണം, ട്രാക്കിലാകണം. ബി ഇൻ ദ ട്രാക്ക്. സ്തോത്രം. ഡോക്ടർ മറിയം കോശിക്കായിട്ട് സ്തോത്രം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ഗോഡ്. ശ്രദ്ധിക്കണമേ എല്ലാവരും. ഇവിടെ ഇത് കോണ്ടെക്സ്റ്റ്. അപ്പം പാപത്തിന്റെ ഇരുട്ടിലേക്ക് ക്രിസ്തുവിന്റെ വെളിച്ചം, ദ ട്രൂ ലൈറ്റ്, സത്യവെളിച്ചം പ്രകാശിച്ചു. ആ സഹോദരി രക്ഷപ്പെട്ടു. തുടർന്ന് മുമ്പോട്ട് വരികയാണ്. 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ പിന്നെയും കണ്ടിന്യൂ വരുമ്പം യേശു കർത്താവ് ഇപ്പോൾ ആയിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? യെരുശലേമിലാണ്. കർത്താവിന്റെ സ്വന്തം പിന്നെയും മുമ്പോട്ട് വന്നു. യെരുശലേമിൽ വെച്ച ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. ഹല്ലേലൂയ. വചനത്തിൽ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യങ്ങളെ കുറിച്ച് അതിന് 8:31 വായിക്കാം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറയാ, ഇഫ് യു ആർ റിമൈനിങ് ഇൻ മീ, ഇൻ മൈ വേർഡ്, എന്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നു എങ്കിൽ, എങ്കിൽ കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് എങ്ങനെ ശിഷ്യരാകാൻ പറ്റും? ഹൗ വി ക്യാൻ ബി ഹിസ് ഡിസൈപ്പിൾസ്? നമുക്ക് എങ്ങനെ ഡിസൈപ്പിൾ ആകാൻ പറ്റും? വി ഹാവ് ടു റിമൈൻ. കൺസിസ്റ്റൻസി.
That is a word called consistency. That's the term. ഇന്നലെ ഞാൻ നിലനിന്നു, പക്ഷെ എനിക്ക് ഇന്ന് നിൽക്കാൻ പറ്റുന്നില്ല. ദാറ്റ് ഇസ് നോട്ട് ദ ട്രൂത്ത്. നമ്മളുടെ യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്നവരോട് പ്രത്യേകിച്ച് ഈ ഒരു വചനം ഒന്ന് ഉറപ്പിക്കാൻ ദൈവാത്മാവിനെ നിർബന്ധിക്കുന്നുണ്ട് പറയുക. നിങ്ങളുടെ കൺസിസ്റ്റൻസിയെ കുറയ്ക്കുന്ന, നിങ്ങളുടെ ആ ഒരു ടെംപ്റ്റേഷനോട് റെസിസ്റ്റ് ചെയ്യാനുള്ള പവറിനെ കുറയ്ക്കുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് വചനത്തിൽ നിലനിൽക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടണം. Be empowered with the power of the Holy Spirit. Then only you can resist the plans of the devil, of Satan. If you want to be an overcomer, നിങ്ങൾക്ക് മുന്നേറണമോ, ഹല്ലേലൂയ, നിങ്ങൾ വചനത്തിനകത്ത് ഉറച്ച് പരിശുദ്ധാത്മാവിൽ ജയം പറയണം. യെസ്റ്റർഡേയിലെ റബല്ലേ ഹത്തലെ ദൈവല റബസിക്കെ ദൈവാത്മാവ് തൊട്ട് നമ്മൾ ഇടപെടാൻ പോവാ. കർത്താവിന്റെ സ്തോത്രം. ഇന്നലകളുടെ പാപവശങ്ങൾ പിന്നെയും പിന്നെയും റിമൈൻഡ് ചെയ്യുന്ന പിശാചിന്റെ തന്ത്രങ്ങളോട് നോ പറ. നോ, അത് എന്റെ കർത്താവ് ക്ഷമിച്ചു പറ. എന്റെ കർത്താവ് അവയെ ക്ഷമിച്ചിരിക്കുന്നു. അവൻ സമുദ്രത്തിന്റെ ആഴത്തിൽ അവയെ ഇട്ടുകളഞ്ഞിരിക്കുന്നു. സ്തോത്രം. അതിന്മേൽ ജയമെടുത്ത് മുൻപോട്ട് പോകണം. സ്തോത്രം. ഇങ്ങനെ ഈ ലൈറ്റിനെ പകർന്ന കർത്താവ് അവസാനം ഇതിന്റെ വചനത്തിന്റെ വെളിപ്പാട് അങ്ങോട്ട് പറഞ്ഞ് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം വന്നു. ഹല്ലേലൂയ. 59-ാം വാക്യം, ലാസ്റ്റ് വേഴ്സ് ഓഫ് ചാപ്റ്റർ 8. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞ് ദേവാലയം വിട്ടുപോയി. കൊല്ലാൻ പോവാ. വളരെ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. ഇത്രയും കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം. ഈ വചനം പ്രമാണിക്കുന്നതിന്റെ നിങ്ങൾക്ക് സമയം പോലെ ഇതൊക്കെ വായിക്കണം കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഈ വചനം ഇങ്ങനെ നിറച്ച് വെക്കണം. ഒരുപക്ഷെ നിങ്ങളോട് ഇപ്പൊ ഞാൻ ചോദിച്ചാല് നിങ്ങൾക്കൊരു 100 ഫോൺ നമ്പർ പറയാൻ കഴിഞ്ഞേക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരു 100 ഫോൺ നമ്പർ വരെ ബൈ ഹാർട്ട് ആക്കി വെക്കുന്നവരുണ്ട്. റൈറ്റ്. ഒരു 100 ഫോൺ നമ്പർ വരെ ബൈ ഹാർട്ട് ആക്കി വെക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്കൊരു 100 വചനം, നിങ്ങളെ ജീവിപ്പിക്കുന്ന വചനം, ഹല്ലേലൂയ, നിങ്ങളെ ബലപ്പെടുത്തുന്ന വചനം പറയാനായിട്ട് നിങ്ങൾ എംപവേർഡ് ആയിരിക്കണം. ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ ഒരിക്കല് വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ബൈബിൾ ക്ലാസ്, അതൊരു ബൈബിൾ കോളേജിലായിരുന്നു. അവിടെ ആ ബൈബിൾ കോളേജിന്റെ പ്രത്യേകത, ദ അൺട്രെയിൻഡ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല, ബൈബിൾ കോളേജിലൊന്നും പോവാൻ അവസരം കിട്ടിയിട്ടില്ല. എന്നാൽ പാസ്റ്റേഴ്സ് വൈഫാണ്. അപ്പോൾ അവർ പ്രായമുള്ളവരൊക്കെയാ ഒത്തിരി പേര്. കൂട്ടത്തിലൊരു ഏകദേശം 75 അറൌണ്ട് 70-75 ഇയർ ഒരു ആന്റി ഉണ്ടായിരുന്നു. ആ ആന്റി ഞാനിങ്ങനെ വചനം പഠിപ്പിക്കുമ്പോ എല്ലാം ഇങ്ങനെ പഠിച്ചു. അപ്പൊ പുള്ളിക്കാരി അസൈൻമെന്റ് ഒക്കെ എഴുതുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാം. ഒരു അസൈൻമെന്റ് എഴുതാൻ വേണ്ടി ഈ ആന്റി ബസ് കയറി എവിടെയെങ്കിലും ലൈബ്രറിയിലൊക്കെ പോകും. തിരുവല്ലയിലൊക്കെ ഏതെങ്കിലും ലൈബ്രറിയിലോ കോട്ടയത്തൊക്കെ ലൈബ്രറി പോയി അതിനകത്തുനിന്നൊക്കെ എഴുതിയെടുത്ത് പുള്ളിക്കാരത്തിന്റെ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്കാക്കാൻ കൊള്ളാം, അത്ര നല്ല ഡീറ്റെയിൽ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ആന്റി എങ്ങനെയാ വചനം പഠിച്ചതെന്ന് അറിയാമോ? ആന്റിയുടെ ഹസ്ബൻഡ് പാസ്റ്റർ, അവർക്ക് ഇളയ മകൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെ ആ ഒരു സമയത്ത് ഈ പാസ്റ്റർക്ക് ആ പ്രഷർ താങ്ങാൻ വയ്യാതെ സ്ട്രോക്കായി കിടപ്പായി. പക്ഷെ ഈ ആന്റി വചനം എന്തൊടുക്കും, എല്ലാ ഈ ജോലി ചെയ്യുന്നുണ്ട്. അടുക്കളയിൽ ഞാൻ പോയി, ഞാനൊരു ദിവസം വീട്ടിൽ ചെന്ന് ഞാൻ ഞെട്ടിപ്പോയി. അടുക്കളയിലൊക്കെ A4 സൈസ് പേപ്പറിനകത്തെല്ലാം ഈ വചനം എഴുതി ഒട്ടിച്ച് വെച്ചേക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, ആന്റി എങ്ങനെ ഇത് പറയും? ഞാൻ ടീച്ചറെ, എനിക്ക് റൂമിൽ വരെ പോകാൻ നേരം കിട്ടത്തില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇതിലോട്ട് അങ്ങ് നോക്കൂ. ടീച്ചറെ, എനിക്ക് ബെഡ്റൂമിൽ പോയി. ഇപ്പൊ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് വീടിന്റെ എല്ലാ സൈഡിലും വചനമാണ്, എവിടെ നോക്കിയാലും വചനമാണ്. എന്റെ പൊന്നോ, ഞാനൊന്ന് മനസാന്തരപ്പെട്ടു. അതായത് ഞാൻ അത്രത്തോളം അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ എഴുതി വെക്കുന്നുണ്ട്, എന്നാലും ഒത്തിരിയൊന്നുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വചനം എത്രത്തോളം നിങ്ങളിലുണ്ടോ അത്രത്തോളം നിങ്ങൾ ശക്തരാകും. പരിശുദ്ധാത്മാവിൽ ആ ഒറ്റ വചനം ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. എന്നാൽ നിന്റെ കയ്യിലൊരു വാളുണ്ട്. എന്തോ അത് ലെഫ്റ്റ് ഹാൻഡിൽ വിശ്വാസം എന്ന പരിചയമുള്ളപ്പോൾ റൈറ്റ് ഹാൻഡിൽ ഒറ്റ വാളുണ്ട്. വാട്ട്സ് എ സ്വാർഡ്? ദൈവവചനം എന്ന ആത്മാവിന്റെ വാളെടുത്ത് വെട്ടി ജയമെടുത്ത് മുന്നേറണം, എംപവർ ആകണം. ഓ, ദ സോൾജിയർ ഓഫ് ക്രൈസ്റ്റ്. ഞാൻ അങ്ങനെ തന്നെ വിളിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന സോൾജിയേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ആണ്. ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും, നിങ്ങളോരുത്തരും കർത്താവിന്റെ ധീര പടയാളികളാണ്. നിങ്ങൾ മുൻപോട്ട് പോകണം, നിങ്ങൾക്ക് മുന്നേറണം. നിങ്ങൾ മുന്നേറണമെങ്കിൽ വചനത്താൽ ജയിച്ചു കയറണം. ഗ്ലോറി.
ഹല്ലേലൂയ. സമയം പെട്ടെന്ന് പോകുന്നു. 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇങ്ങനെ അവർ അങ്ങോട്ട് പോകുമ്പോ ഇപ്പൊ ആരൊക്കെയാ പോന്നെ? ആ കോണ്ടെക്സ്റ്റിലോട്ട് നിങ്ങളെ ഞാൻ കൊണ്ടുവരിക. യേശു കർത്താവും തന്റെ ശിഷ്യന്മാരും ഇങ്ങനെ പോവാം. പോകുന്ന വഴിക്ക് അവിടെ ഏതാ ആ 9-ാമത്തെ വാക്യത്തിനകത്ത് 10-ാം വാക്യത്തിനകത്ത് 8-9 വാക്യങ്ങൾക്കകത്തുണ്ട്. അല്ലെ അവിടെ ഒരു സഹോദരൻ ഇരിപ്പുണ്ടായിരുന്നു. മേ ബി ഒരു യങ്സ്റ്ററാ കേട്ടോ, നോട്ട് ദാറ്റ് മച്ച്, ഒത്തിരി പ്രായമുള്ള ആള്, ഒരു യങ്സ്റ്ററാ. കാരണം അവന്റെ പേരൻസിനെയും കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഒരു ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു പിറവിക്കുരുടനായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരിക. ഇവന് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇവന്റെ വേറെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് ഒത്തിരി ഒന്നും അറിയത്തില്ല. പക്ഷെ ഇവന് കണ്ണു കാണത്തില്ല. ബൈ ബർത്ത് ഇറ്റ് സെൽഫ് അവന് കണ്ണു കാണത്തില്ല. അവൻ ആരാ മുമ്പിൽ വരുന്നതെന്നോ പോകുന്നതെന്നോ ഒന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ അവൻ അവിടെ ഇരുന്ന് എന്തെടുക്കുക, ശബ്ദങ്ങളിലൂടെ അവൻ തിരിച്ചറിയുന്നത്. എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്ന അവനറിയാം ആളുകൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ ഭിക്ഷ ചോദിക്കും, അവർ പൈസ കൊടുക്കും, അത് പോകത്തില്ല, അത് അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കെ ശിഷ്യന്മാർ ഒറ്റ ചോദ്യം, വേഴ്സ് നമ്പർ 2. അവര് ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കുവാൻ തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ അവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിവാകുന്നത്. ഫസ്റ്റ് മെസ്സേജ് ഐ വാണ്ട് ടു ടെൽ ദ ഫസ്റ്റ് മെസ്സേജ്. എന്താണെന്ന് പറയുന്നത് മെസ്സേജിനകത്തെ ഫസ്റ്റ് പോയിന്റ് പറയാൻ പോകുക. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതായ ചില വലിയ പ്രതിസന്ധികൾ, some of the problems you are facing, പലപ്പോഴും നീ ചോദിക്കാറുണ്ട്, why I am, why me, എന്തുകൊണ്ട് ഞാൻ, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത് വന്നത്, why in my family, എന്റെ കുടുംബത്തിൽ എന്തായിരിക്കും വന്നേക്കുന്നത്. ആവുന്നത്ര ദൈവവചന പ്രകാരം ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആവുന്നത്ര പ്രാർത്ഥിക്കുന്നുണ്ട്, ആവുന്നത്ര വചനം ധ്യാനിക്കുന്നുണ്ട്, ആരാധന മുടക്കത്തില്ല. പക്ഷെ എന്നിട്ടും എന്റെ വീട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്ന ദൈവ പൈതലെ, നിന്നെ പോയിന്റ് ഔട്ട് ചെയ്ത ദൈവത്തിന്റെ ആത്മാവിന് ദ ഫസ്റ്റ് മെസ്സേജ് ടു റിവീൽ ഗോഡ്സ് ഗ്ലോറി ഇൻ യുവർ ലൈഫ്. ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താനാണ് നിന്റെ ജീവിതത്തിൽ ആ പ്രതിസന്ധി വന്നേക്കുന്നത്. എത്ര പേർ കാര്യം പഠിച്ചാൽ ദൂരേറ്റെടുക്കാൻ നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന നിന്റെ ശുശ്രൂഷയിൽ, മേ ബി ദാറ്റ് ട്രബിൾ ഈസ് കമ്മിങ് അഗെയിൻസ്റ്റ് യുവർ മിനിസ്ട്രി, that trouble is coming against your education, maybe that trouble is coming against your profession, maybe that trouble is coming against your physical things. നിന്റെ ശാരീരികമായി, ഹല്ലേലൂയ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ വിദ്യാഭ്യാസത്തിൽ, നിന്റെ ജോലിയിൽ, നിന്റെ സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക്, നിന്റെ ടീച്ചേഴ്സിന്റെ ഇടയ്ക്ക്, നിന്റെ കൊളീഗ്സിന്റെ ഇടയ്ക്ക് നിന്നെ ഒറ്റപ്പെടുത്തുന്ന, നിന്നെ വല്ലാതെ പ്രശ്നത്തിലാക്കുന്ന ചില പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് why me എന്ന് ചോദിക്കുന്നെങ്കിൽ the first message is to you, my dear sister. What is that? To reveal God's glory in your life. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ. എത്ര പേർ അത് ഏറ്റെടുക്കുന്നവർ മാത്രം കരമടിച്ചേ. കർത്താവേ, എന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഉള്ളതിനായിട്ട് സ്തോത്രം. ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയ്ക്കകത്ത് ദൈവപ്രവൃത്തി ഉള്ളതിനായിട്ട് സ്തോത്രം. ഞാൻ അനുഭവിക്കുന്ന നിന്നയ്ക്കകത്ത് ദൈവപ്രവൃത്തി ഉള്ളതിനായിട്ട് സ്തോത്രം. ഞാൻ അനുഭവിക്കുന്ന പ്രശ്നത്തിനകത്ത് ദൈവപ്രവൃത്തി ഉള്ളതിനായിട്ട് സ്തോത്രം. ഞാൻ നിന്നെ ശുശ്രൂഷയിൽ ദൈവത്മാവ് അങ്ങനെ ചിലരോട് സംസാരിക്കാൻ പറയുന്നു. നിന്റെ മിനിസ്ട്രിയിൽ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില വിഷയങ്ങൾ വരുമ്പോൾ, കർത്താവേ, ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഈ ശുശ്രൂഷയ്ക്കകത്ത് എനിക്ക് മുന്നേറുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ചിലരോട് ദൈവാത്മാവ് പറയാ, നിന്റെ അതിരുകൾ വിശാലമാകാൻ പോകുകയാണ്. നിന്റെ അതിരുകളെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരും. നിന്നെ ഒതുക്കി ഒരു ലിമിറ്റഡ് സ്പേസിനകത്ത് ഒതുക്കി നിന്നെ പുറത്തു കൊണ്ടുവരത്തില്ല, ഇതിനപ്പുറം എത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന പൈശാചിക തന്ത്രങ്ങളെ കർത്താവ് ഇറങ്ങി വന്ന് പൊളിച്ചു മാറ്റും. നിന്നിൽ ദൈവമഹത്വം വെളിപ്പെടും. ഏറ്റെടുക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു. എന്നിലൊരു ദൈവമഹത്വം വെളിപ്പെടും, എന്നിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഐ ബിലീവ് ദാറ്റ് എന്നിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. എന്റെ കുടുംബത്തിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. 2, ആരാ പറഞ്ഞത്? സർവ്വത്തെയും സൃഷ്ടിച്ചവൻ പറയുക, അപ്പനോ അമ്മയോ ഇവനൊന്നും പാപം ചെയ്തിട്ടില്ല. പക്ഷെ ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. പൊതുവെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ, നമ്മുടെ ഇടയിലും ഉണ്ടത്. പ്രത്യേകിച്ച് ഹിന്ദുസത്തിനകത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ഷൻ ആൾക്കാരത്തുണ്ട്. അതെന്താണെന്ന് അറിയാവോ? എന്താ വന്നാലും പറ, നേരെ അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ വന്ന. പെട്ടെന്ന് ആളുകൾ പറയും, മനുഷ്യൻ എന്തും പറഞ്ഞോട്ടെ, ഒന്ന് സ്വതം പറയാമോ?
ഈ ദൈവാത്മാവ് ചിലതിനെ നോക്കി ഒരു ദൂത് പറയാനായിട്ട് വിളിച്ചു പറയുകയാണ്. അവരിവരും പറയുന്ന വാക്കുകളൊന്നും നീ കൊണ്ട് നടക്കണ്ട. യു ആർ നോട്ട് സപ്പോസ് ടു ടേക്ക് ദ ഡസ്റ്റ് തിങ്സ്. മനസ്സിലായോ? ഡസ്റ്റ്ബിൻ നമ്മൾ രാവിലെ കുക്ക് ചെയ്ത, ഞാൻ ഇന്ന് രാവിലെ സൺഡേ രാവിലെ എന്നിട്ട് കൊടുക്കും സാമ്പാർ ഉണ്ടാക്കി, ബീൻസ് തോരൻ ഉണ്ടാക്കി, കുറെ കാര്യങ്ങൾ കുക്ക് ചെയ്തു. ഇഡ്ഡലി ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി, കുറെ കാര്യങ്ങൾ കുക്ക് ചെയ്തു, ചോറുണ്ടാക്കി, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് രാവിലെ ഓടുന്നേ. ദൈവത്തിന് സ്വന്തം. ഞാൻ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് എല്ലാ വെജിറ്റബിൾസും എടുത്തായിരുന്നു. അതിന്റെ ആ ഹല്ലേലൂയ വേസ്റ്റ് ഒന്നും ഞാൻ എന്റെ കയ്യിൽ എടുത്തു വെച്ചില്ല. അതെല്ലാം ഗാർബേജിൽ പോയി. നമുക്കെന്താ പറ്റുന്നേ? അവരിവരും ഗാർബേജിലിട്ട കാര്യമെല്ലാം നമ്മുടെ തലയ്ക്കകത്തിരിക്കുക. അവരിവരും പറഞ്ഞതെല്ലാം നമ്മുടെ തലയ്ക്കകത്തിരിക്കുക. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ടീച്ചർ പറഞ്ഞത് ഉൾപ്പെടെ, നിന്നെ കണക്കിന് കൊള്ളത്തില്ല. നമ്മളങ്ങ് തീരുമാനിച്ചു എന്നെ കണക്കിന് കൊള്ളത്തില്ല, നിന്നെ ലാംഗ്വേജിന് കൊള്ളത്തില്ല. നമ്മളങ്ങ് തീരുമാനിച്ചു എന്നെ ലാംഗ്വേജിന് കൊള്ളത്തില്ല. ഡോണ്ട് ടേക്ക് ഇറ്റ്. എന്തോ ടേക്ക് ചെയ്യണം? ഇത് മുഴുവൻ നിന്റെ അപ്പൻ തന്ന പ്രോമിസാണ്. ഇത് തലയ്ക്കകത്ത് നിറയ്ക്കുക, ഇത് ഹൃദയത്തിനകത്ത് നിറയ്ക്കുക, ഇതിന്റെ ബോഡിയിൽ നിറയ്ക്കുക. ഇറങ്ങുമ്പോൾ നിന്റെ ശ്വാസത്തിനകത്ത് വചനം വേണം. വചനം പറ. ഈ അവരിവരും പറഞ്ഞതും വീട്ടുകാർ പറഞ്ഞതും, ചിലരാണെങ്കിൽ ഹസ്ബൻഡ് പറഞ്ഞത് കേട്ട് ജീവിതകാലം മുഴുവൻ നിരാശപ്പെട്ട് നടക്കുന്നവരെ ഭാര്യമാരെ എനിക്കറിയാം. അതിന്റെ ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞു, പിന്നെ അവർ വണ്ടി ഓടിക്കത്തേ ഇല്ല. ഞാൻ ചോദിക്കാം, എന്താ വണ്ടി ഓടിക്കാൻ? നിന്റെ ഹസ്ബൻഡ് പറഞ്ഞു നിനക്കറിയത്തില്ല. ഞാൻ പിന്നെ വണ്ടി ഓടിക്കത്തേ ഇല്ല. നിന്റെ ഹസ്ബൻഡ് അല്ല തീരുമാനിക്കുന്നത് നീ വണ്ടി ഓടിക്കണം വേണോ, നീയാ തീരുമാനിക്കുന്നത്. വിശ്വസിക്കാമോ? ഓവർകം ചെയ്യണം. എല്ലാത്തിനും ഓവർകം ചെയ്യണം. പറ. അവരിവരും പറഞ്ഞതൊന്നും വെച്ചോണ്ടിരിക്കരുത്. ഇനിയും കുറച്ചുകൂടെ ആഴത്തിൽ ദൈവാത്മാവിനെ തൊട്ട് പറഞ്ഞു, ദൈവകൃപയില്ലാത്ത നിന്റെ റിലേറ്റീവ്സ് പറയുന്നതെല്ലാം തലയ്ക്കകത്ത് വെച്ചോണ്ടിരിക്കേണ്ട. നിന്റെ ഫ്രണ്ട്സ് പറയുന്നതും തലയ്ക്കകത്ത് വെച്ചോണ്ടിരിക്കേണ്ട. മറിച്ച് ദൈവത്തിന്റെ വചനം നിന്റെ തലയ്ക്കകത്ത് വെക്കണം. ദൈവത്തിന്റെ വചനം കൊണ്ട് തല നിറയ്ക്കുക, ബുദ്ധി നിറയ്ക്കുക, ഹൃദയം നിറയ്ക്കുക. ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കി, ഏതാണ്ട് ഒരു അമ്മയും കുഞ്ഞിനെയും കണ്ടു. ജിജി സിസ്റ്ററിന്റെ അടുത്ത് മോൻ ഓടി വന്നു നോക്കി. ആ മോനെ നോക്കി ദൈവവചനം അവനിലേക്ക് പകർന്നു കൊടുക്കുക. ഇവിടെ അമ്മമാരെയും മക്കളെയൊക്കെ ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് വചനം നിറയ്ക്കുക, വചനം നിറയ്ക്കുക. രഞ്ജി സിസ്റ്ററിന്റെ അടുത്ത് മോള് വന്നു. ഗോഡ് ബ്ലസ് യു കുഞ്ഞെ. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞിലേക്ക് വചനത്തെ നിറയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. പെൺകുഞ്ഞുങ്ങളിലെ ആൺകുഞ്ഞുങ്ങളിലേക്ക് നിങ്ങൾ വചനങ്ങളെ നിറയ്ക്കുക. കർത്താവ് ഫസ്റ്റ് മെസ്സേജ് പറഞ്ഞു. എന്നിട്ട് കർത്താവ് സെക്കൻഡ് മെസ്സേജ്, ഓക്കെ, ഇതിനകത്ത് സെക്കൻഡ് മെസ്സേജ് കർത്താവ് എന്തോ ചെയ്തതെന്ന് അറിയാമോ? കർത്താവ് എന്നിട്ട് പറഞ്ഞിട്ട് ഇവനോടൊന്നും ചോദിച്ചില്ല, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോന്നോ? ഒന്നും ചെയ്തില്ല. കർത്താവ് ഒന്നും ചെയ്തില്ല. അവനോടൊന്നും ഒരു കോൺവെർസേഷൻ ഇല്ല. അവിടെ നിങ്ങൾ കണ്ടോ? ഒരു കോൺവെർസേഷനും അന്നേരം അവിടെ ഇല്ല. ഒന്നും ചോദിച്ചിട്ടും ഇല്ല, പറഞ്ഞിട്ടും ഇല്ല. പക്ഷെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനെ നിലത്തെ മണ്ണിൽ നിന്നും മനുഷ്യനാക്കി കുഴച്ച കരങ്ങൾ ഇവിടെയും അതേ മണ്ണിൽ നിന്നും ചിലത് കുഴയ്ക്കുവാൻ തുടങ്ങി. The second point. The creator, when the creator see the missing or what is not there, it is not there. അവന് കാഴ്ചയില്ല, അവന് അവിടെ കണ്ണില്ലെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്റെ കർത്താവ് ഉൽപ്പത്തി പുസ്തകത്തിൽ മണ്ണ് കുഴച്ച അതേ കരം, യോഹന്നാൻ 1:3, സകലതും അവൻ മുഖാന്തരം ഉളവായി. സൃഷ്ടിപ്പിന്റെ കരം ആ മണ്ണിലോട്ടൊന്ന് തൊട്ടു. സൃഷ്ടിപ്പിന്റെ കരം ആ മണ്ണിനെ കുഴയ്ക്കാൻ തുടങ്ങി. ഇവൻ അറിഞ്ഞുപോലുമില്ല ഇവന്റെ കണ്ണിലേക്കൊരു കരം വരികയാ. നിങ്ങൾ ശ്രദ്ധിച്ചോ വാക്യം? ഹല്ലേലൂയ. 6-ാം വാക്യം വായിച്ചേ. അവൻ അറിഞ്ഞുമില്ല, അവൻ റെസ്പോണ്ട് ചെയ്തതിലൊന്നുമില്ല. അവൻ നോക്കിയപ്പം അവന്റെ അടുത്തേക്കൊരു കാൽപ്പെരുമാറ്റം കേൾക്കാം. അവൻ ശ്രദ്ധിച്ചപ്പോൾ അവനിലേക്ക് ആരോ അടുത്തു വരുന്നു. അവൻ ശ്രദ്ധിച്ചപ്പോൾ ഒരു കരം തന്റെ കണ്ണിനെ തൊടുന്നു. കണ്ണിന്മേൽ നനവുള്ള എന്തോ ഒട്ടിക്കുന്നു. ഇനി ഒരു ദൂതൂടെ പറയാനുണ്ട് അവിടുന്ന്. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒരുപക്ഷെ നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. സ്തോത്രം പറയാവൂ. ദൈവം ഇറങ്ങി വന്ന് ചേറു കുഴച്ച് അവന്റെ കണ്ണിന്മേൽ പുരട്ടിയത് അവൻ ചോദിച്ചിട്ടല്ല. കർത്താവ് ഇറങ്ങി വന്ന് ചേറു കുഴച്ച്
അവന്റെ അടുത്തോട്ട് വന്നത് അവൻ അറിഞ്ഞിട്ടല്ല. ഈവൻ അവൻ അറിയാത്ത അവന്റെ ജീവിത സാഹചര്യത്തിൽ നീ അറിയാത്ത ജീവിത പ്രതിസന്ധികളുടെ മുൻപിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ, ഒരുപക്ഷെ നീ ചോദിച്ചിട്ട് പോലുമില്ലായിരിക്കാം, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ചേറ് കുഴച്ച് ചിലതിനെ നിന്നിൽ ഉണ്ടാക്കുവാൻ, സ്തോത്രം പറയുക, ചിലതിനെ നിന്നിൽ ഉണ്ടാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ആ സെക്കൻഡ് മെസ്സേജ് ഉൾക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. വിശ്വസിക്കുന്നവർ മാത്രം ആ സെക്കൻഡ് മെസ്സേജ് ഉൾക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ആ സൃഷ്ടാവിന്റെ കരം, ആ സൃഷ്ടിച്ച കരം അവനിലേക്ക് ചെന്നു. അവന്റെ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുന്ന അതേ കരം അവനിലേക്ക് കൊണ്ടുവന്ന് അവന്റെ കണ്ണിനെ തൊട്ടു. അത് ഏറ്റവും വലിയ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഈ ഒരു അനുഭവം എന്താണെന്നറിയാമോ? ഇവൻ പോകുന്നു, നിന്റെ കർത്താവിന്റെ ശബ്ദം, സൃഷ്ടാവിന്റെ ശബ്ദം അവനോട്. എന്തോ ആ ശബ്ദം? നീ ചെന്ന് ശീലോഹം കുളത്തിൽ കഴുകുക. ഇത്രേ അവൻ കേട്ടുള്ളൂ. വാട്ട് ഇസ് ദ സൗണ്ട്? നീ എഴുന്നേക്ക്, യു ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ഫ്രം ഹിയർ. ഇത്രയും നാൾ നീ ഒത്തിരി പേർക്ക് വേണ്ടി പൈസ വെച്ചു കൊടുക്കുക. നീ അറിയുന്നില്ല നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നേ. എല്ലാരും നിന്നെ യൂസ് ചെയ്യുക. എന്നോട് ഞാൻ പറയാം, എല്ലാരും നിന്നെ യൂസ് ചെയ്യുക. പക്ഷെ ദൈവം പറയുക, ഇനി നീ നിന്നെ മറ്റുള്ളവർ യൂസ് ചെയ്യുന്നത് നിർത്തിയിട്ട് നീ നിന്റെ കാലിബർ തിരിച്ചറിയാം. തേർഡ് പോയിന്റ്, യു ഹാവ് ടു റെക്കഗ്നൈസ് യുവർ കാലിബർ. മറ്റുള്ളവർ നിന്നെ യൂസ് ചെയ്യുന്ന പരിപാടി നിർത്തും. അതിനെന്തോ എടുക്കണമെന്ന് അറിയാവോ? കർത്താവിന്റെ അടുത്തോട്ട് വരണം. നിന്റെ പൊട്ടൻഷ്യൽസും നിന്റെ കാലിബറും ഒന്നുമല്ലെന്നാക്കി. ഒന്നുകൂടെ ഞാൻ പറയാം, നിനക്ക് തന്നിരിക്കുന്ന കഴിവുകളും നിനക്ക് തന്നിരിക്കുന്ന ടാലൻസും നിനക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള നന്മകളും ഒന്നുമില്ലെന്നാക്കി നിന്നെ മൂലയ്ക്ക് ഒതുക്കി, നിന്നെ ഏതൊരു സിറ്റുവേഷനിൽ കൊണ്ടിട്ട് ഇവിടം കൊണ്ട് അവസാനം, ഇനി ഇവിടുന്ന് പൊങ്ങരുത് എന്നും പറഞ്ഞ് ഒരു ശിക്ഷ യാചിക്കുന്ന അവസ്ഥയിലേക്ക് അവനെ എത്തിച്ചെടുത്തുന്ന അവന്റെ അവസ്ഥ മാറ്റുന്ന ഒരു ദൈവം വന്നിട്ട് അവന്റെ കണ്ണിലോട്ട് ആ മഡിനെ പെരട്ടിയിട്ട് പറയാ, നീ ഇവിടുന്ന് എഴുന്നേക്ക്. ഇന്ന് അതേ കർത്താവ് നിന്റെ മേൽ വന്നിട്ടുണ്ട്, നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നിന്നെ അവിടുന്ന് അവൻ എഴുന്നേൽപ്പിക്കും. അവൻ എഴുന്നേൽപ്പിച്ചിട്ട് പറയും, നീ എണ്ണയ്ക്ക് വിടുന്ന. എന്നിട്ട് എങ്ങോട്ട് പോകും? നീ ശിലോഹം കുളത്തിൽ പോകും. ശിലോഹം കുളത്തിൽ പോയി കഴുകുക. പക്ഷെ അവൻ എഴുന്നേറ്റു കേട്ടോ, അവൻ പോയി. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, വലിയ ദൂരമില്ല, ദേവാലയത്തിനടുത്ത് തന്നെയാണ്. അവൻ ഒരു പരുവത്തിന് അവിടെ ചെന്നു അവൻ കണ്ണ് കഴുകി. അവന് കാണത്തില്ലായിരുന്നു, പക്ഷെ അവിടെ ചെന്നു കണ്ണ് കഴുകിയതും അവൻ കാഴ്ച പ്രാപിച്ചിട്ട് മടങ്ങി വന്നു. ശ്രദ്ധിച്ചോണേ, പിന്നെ അവനെ അവിടെ യേശുവിന്റെ അടുത്ത് കാണുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? പിന്നെ അവനെ അറിയാവുന്നത് വാർത്തകളാ. പിന്നെ ആ വാക്യങ്ങളെല്ലാവരും ഒന്ന് ഓർത്തി. അപ്പൊ പിന്നെ അവൻ സമൂഹത്തിന്റെ മധ്യത്തിലായിപ്പോയി. ഇത് തന്നെ ഇന്നും പലപ്പോഴും സംഭവിക്കുന്നത്. ഒരു വിടുതല കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യേശുവിന്റെ അടുത്തോട്ട് മടങ്ങി വരത്തില്ല. പ്രാർത്ഥനാ വിഷയമായിട്ട് വരും, പ്രാർത്ഥിക്കും. ഞങ്ങളൊക്കെ ഇത് സ്ഥിരം അനുഭവിക്കുന്നവരാ. ഭയങ്കര പ്രാർത്ഥനാ വിഷയമായിട്ട് വരും, പ്രാർത്ഥിക്കും. നമ്മളൊന്നിരിക്കും, ദൈവസന്നിധിയിലിരിക്കും, ഉപവസിക്കും, പ്രാർത്ഥിക്കും. ദൈവ അത്ഭുതങ്ങളെ നമ്മുടെ ഒരു കഴിവില്ല. വിടുതല കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആളെ കാണാനില്ല, ആളുമില്ല, അർത്ഥമില്ല, സ്വതം. പിന്നെ അവൻ അവിടെ ഒന്നും ഇല്ല. നിങ്ങൾ കണ്ടോ? അവസാനം അവനെ അങ്ങ് പരീക്ഷന്മാരുടെ അടുത്തോട്ട് കൊണ്ടുവന്നു. അപ്പൊ ചോദിച്ചു, എവിടെ? 12-ാം വാക്യം, എടാ എന്ത് നിന്നെ സൗഖ്യമാക്കി? എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് സൗഖ്യം കിട്ടി. ആരാന്നൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് സൗഖ്യം കിട്ടി. അവിടുന്ന് നേരെ എന്ന് കൊടുക്കുക, അത് ചോദിക്കുക, എന്തോ ഏതാ? അവസാനം പറഞ്ഞ അവൻ ഒറ്റ മറുപടി, യേശു എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ അത്രേ പറയാറിയത്തുള്ളൂ. എനിക്കൊന്നും മനസ്സിലായി, യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ എന്റെ കണ്ണിന്മേ ചേറ് പോർച്ചി ശിലോഹങ്ങളിൽ ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചു. അറിയത്തില്ല. പിന്നെ അടുത്ത കോണ്ടക്സ്റ്റ് ഒക്കെ നമുക്കറിയാം. നേരെ ദേവാലയത്തിൽ പോകുന്നു, അവിടെ ഭയങ്കര ഒരു ഡീറ്റെയിൽഡ് സംസാരങ്ങൾ. അപ്പനെ അമ്മയും വിളിക്കുന്നു, അപ്പനെ അമ്മയും പറയുന്നു അവന് പ്രായമുണ്ടോ, അവനോട്. അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം അങ്ങോട്ട് പറയുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരിക. നിനക്കൊരു പക്ഷെ ഫിസിക്കൽ സൈറ്റ് കിട്ടി, പക്ഷെ നിനക്ക് സ്പിരിച്വൽ സൈറ്റ് കിട്ടിയിട്ടില്ലായിരിക്കും. മനസ്സിലായോ? സ്പിരിച്വൽ സൈറ്റ് കിട്ടി, ഫിസിക്കലായിട്ട് അവൻ കാഴ്ച പ്രാപിച്ചു, പക്ഷെ സ്പിരിച്വൽ ഒരു കാഴ്ചപ്പാടുമില്ല. അവനെ അറിയാവുന്ന രീതിയിലൊക്കെ പറയാം. അവസാനം അവനെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. ഇനി കർത്താവ് അതിനെ വെയിറ്റ് ചെയ്യുക. ഒന്ന് സ്തോത്രം പറയാം.
നിന്നെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരൊക്കെ പൊക്കിക്കൊണ്ട് നടന്ന് അവരൊക്കെ നിന്നെ താഴെ ഇടുന്നൊരു സമയമുണ്ട്. അന്നേരം കർത്താവ് വരും. സ്വതന്ത്രം പറയാം. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കര ബിസിയാ. കർത്താവ് നിന്റെ അടുത്ത് വരും. ഈ പൊക്കിക്കൊണ്ട് നടക്കുന്നവരൊക്കെ നിന്നെ ഇട്ടിട്ട് പോകുന്നൊരു സമയം വരും. പക്ഷെ കർത്താവ് ഇട്ടിട്ട് പോകത്തില്ല. സ്വതന്ത്രം പറയാം. നിന്റെ സൃഷ്ടാവാ, നിന്റെ സർവവും അവൻ നിന്റെ പുറകെ വരും. 36 വാക്യത്തിലേക്ക് വാ. 36 വാക്യത്തിലേക്ക് വന്നപ്പോൾ 35, അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു, അവനെ കണ്ടു. കർത്താവ് അന്വേഷിച്ചു വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്ന കർത്താവ് ഇവനെ തേടി വന്നു. എന്നിട്ട് അവനോടൊരു ചോദ്യം, ഡു യു ബിലീവ് ഇൻ ദ സൺ ഓഫ് ഗാഡ്? നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ? ഓയ് അവന്റെ മറുപടി കേട്ടോ, 36 വാക്യം. യജമാനെ, അതാരാ? ഇവനെ സൗഖ്യമാക്കിയതാ, ഇവൻ വിടുതൽ പ്രാപിച്ചതാ, ഇവനെ കണ്ണിന്മേൽ ചേറ് പുരട്ടതാ. ആ കരം തന്നെയാ ഇപ്പൊ ചോദിക്കുന്നേ, ആരാ? ഇന്നും എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ ഡെപ്ത്, എൻ ക്രിസ്റ്റോസ് എന്ന് പൗലോസ് പറയുന്നു. നാം ക്രിസ്തുവിലായിരിക്കുന്നു. ക്രിസ്തുവിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശു അവനോട് പറയുകയാണ്, 37 വാക്യം തൊട്ട് ഒരാൾ വായിച്ചേ, 37 തൊട്ട്. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. പ്രൈസ് ഗോഡ്. മതി. യേശു കർത്താവ് പറയുക, അവന്റെ സകല ബലഹീനതകളും ക്ഷമിച്ച്. ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, കർത്താവിന്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? നമ്മൾ എത്ര മണ്ടത്തരം പറഞ്ഞാലും, എത്ര ബുദ്ധിശൂന്യത പറഞ്ഞാലും, കർത്താവിനെ മറന്നുപോയാലും നമ്മളെ പുറകെ വന്നിട്ട് സ്നേഹിക്കുന്ന കർത്താവ്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം, എന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടു, എന്നിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്, എന്റെ കർത്താവ് ഇതിനെ ഉൾക്കൊള്ളുമോ? എന്റെ കർത്താവ് എന്നെ കൈക്കൊള്ളുമോ? നോ മക്കളെ, നിങ്ങൾ ഏതനുഭവത്തിലാണെങ്കിലും നിങ്ങളെ കൈക്കൊള്ളുന്നൊരു കർത്താവുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡിലും മനുഷ്യന്റെ സ്റ്റാൻഡേർഡിലും ദൈവത്തെ കാണരുത്. ദൈവം എന്ന് പറയുന്നത് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കാൻ വേണ്ടി വന്നതാ. ആ 100 ആടിൽ ഒരെണ്ണത്തെ കാണാതെ പോയപ്പോൾ ആ 99 അങ്ങോട്ട് മാറ്റി നിർത്തിയ ശേഷം ആ കാണാതെ പോയതിനെ ആ മുള്ളിൻ കാട്ടിൽ പോയി കണ്ടുപിടിച്ച് സ്നേഹിക്കുന്ന കർത്താവ്. ദൈവത്തിന് സ്തോത്രം. പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ. ഉടനെ അവൻ, എനിക്ക് ആ ഒറ്റ വചനം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തേ, വേഴ്സ് നമ്പർ 38. അവിടെ കറക്റ്റ് പറഞ്ഞിരിക്കുന്ന വചനം. ഉടനെ പെട്ടെന്ന് അവന്റെ കണ്ണ് പ്രകാശിച്ചു. അവനെ വിളിക്കുന്ന പേര്, ഇതുവരെ അവൻ മനുഷ്യനായിരുന്നു, ഹല്ലേലൂയ, ഒരു വ്യക്തിയായിരുന്നപ്പോൾ ഇവിടെ യേശുവിനെ അവൻ വിളിക്കുകയാണ് ക്രിയോസ്, കർത്താവേ, ലോർഡ് ഐ ബിലീവ്, ലോർഡ് ഐ ബിലീവ്. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. അവിടെ കൊടുത്തേക്കുന്ന ഗ്രീക്ക് ടേം പ്രോസ്കോനിയോൺ എന്നുള്ളതാണ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? അവന്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു, അവനെ തന്നെ സമർപ്പിച്ചു. ഇനി മുതൽ എന്റെ ജീവിതം നിനക്ക്, ഇനി എന്റെ ജീവിതം നിനക്ക്, നീ മാത്രം എന്നിൽ നിറയണം. ഞാനിനി അല്ലപ്പാ, നിന്റെ ഹിതം എന്നിൽ നിറയണം. ഇന്നത്തെ ഈ മെസ്സേജിന്റെ ടൈറ്റിലിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് ഞാൻ വരട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് കർത്താവ് കൃത്യമായി നിന്നെ ഇല്ലാത്തതിനെ സൃഷ്ടിക്കുന്ന ഒരു ദൈവം. 2, നിന്റെ ശൂന്യതയെ മാറ്റുന്ന ദൈവം. 3, ഇതുവരെ നീ ആയിരുന്ന അവസ്ഥകളെ മാറ്റുന്ന ദൈവം. 4 ശ്രദ്ധിച്ചു, 1 by 1 ആയിട്ട് ഞാൻ പറയുന്നത്. 4, നിന്റെ കാഴ്ചപ്പാടിനെ മാറ്റുന്ന കർത്താവ്. അവന് ഐസൈറ്റ് കിട്ടി, കണ്ണിന്, ബട്ട് ഇൻസൈറ്റും കിട്ടി. എന്താണ് ആ ഇൻസൈറ്റ്? ഹി റിയലൈസ്ഡ് ഹിസ് ലോർഡ്. അവന്റെ കർത്താവിനെ തിരിച്ചറിഞ്ഞു. അവൻ ഐസൈറ്റും കിട്ടി, ഇൻസൈറ്റും കിട്ടി. അവന്റെ എൻലൈറ്റൻഡ് ആയത് എന്തുവാ? ഹിസ് വ്യൂ പോയിന്റ്സ്. അവൻ മനസ്സിലാക്കി, ഈ ദേവാലയമായവനെ തപ്പിയാണല്ലോ ഞാൻ നടന്നത്. അവൻ ആ ദേവാലയത്തിലല്ല, പുറത്ത് നിന്ന് എന്നോട് ചോദിക്കുക, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? ദേവാലയമായവൻ എന്നെ തേടി. ഞാൻ ദേവാലയത്തിൽ പോയി ഒത്തിരി പ്രതിസന്ധികളും ചോദ്യങ്ങളും ഒക്കെ നേരിട്ടു. എന്നാൽ ഞാൻ ദേവാലയത്തിൽ നിന്ന് പുറത്തായപ്പോൾ സാക്ഷാൽ ദേവാലയമായവൻ, ദൈവമായവൻ എന്നെ തേടി വന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എന്നിൽ വിശ്വസിക്കുന്നോ? അവന്റെ പെർസെപ്ഷൻസ് മാറിപ്പോയി.
അവന്റെ ഇൻസൈറ്റ് വലിയതായി. അവൻ വിശ്വസിച്ചു. പ്രിയ മക്കളെ, പ്രിയ സഹോദരിമാരെ, പ്രിയ സഹോദരന്മാരെ, ദൈവദാസീദാസന്മാരെ, എന്റെ മെസ്സേജിന്റെ കടശ മെസ്സേജിലോട്ട് ഞാൻ വരട്ടെ. ഇന്ന് നിങ്ങളെ കുഴയ്ക്കുന്ന ജീവിത പ്രതിസന്ധിയുടെ മുമ്പിൽ വാട്ട് ഈസ് ദ തിങ് മൂവ് യു? നിങ്ങളെ മുൻപോട്ട് നയിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ജീവൻ പകരുന്ന വാഗ്ദത്തം, ചൈതന്യം വരുത്തുന്ന വാഗ്ദത്തം, സൗഖ്യമാക്കുന്ന വാഗ്ദത്തം പരിശുദ്ധാത്മാവിൽ കത്തട്ടെ നിന്നിലും എന്നിലും. അവിടെ നിന്നും അത് വിടുതലായിട്ട് മുൻപോട്ട് വരും. അതിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളെ മാറ്റിമറിക്കും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞാട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഇന്ന് വ്യക്തിപരമായി, സഭയായി, പിതാവേ, കുടുംബങ്ങളായി ദൈവാത്മാവ് സംസാരിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും അത് അങ്ങയുടെ നാമമഹത്വത്തിനാ, അത് അങ്ങയുടെ നാമമഹത്വത്തിനാ. ഞങ്ങളുടെ ശൂന്യതകളിൽ ഞങ്ങൾ അങ്ങേ അറിയാതിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ അന്വേഷിച്ചു വന്ന് വിടുവിക്കുന്ന പദ്ധതികൾക്കായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി അങ്ങയുടെ നാമം മഹത്വപ്പാകുന്നതിനായിട്ട് സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ അനുഭവങ്ങളെ മാറ്റുന്നതിനായിട്ട് സ്തോത്രം. യെസ് ലോർഡ്, വലിയ വിടുതലുകളും അത്ഭുതങ്ങളും നൽകുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിത്യതയ്ക്കായി ഒരുങ്ങട്ടെ. ഇനി ഒത്തിരി നാളുകൾ നമ്മുടെ മുമ്പിലില്ല. ഉള്ളത് മുഴുവൻ മാക്സിമം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഐശ്വര്യമായി നന്മകളാൽ നിറയ്ക്കട്ടെ. ബി ദ ഹെവൻലി പീസ്, ഫീൽ യുവർ ഹാർട്ട്. സ്വർഗീയ സമാധാനം നിങ്ങളിൽ നിറയട്ടെ. എവിടെ തൊട്ടാലും ക്രിസ്തുവിന്റെ സമാധാനം. ഒരാളൊന്ന് പെട്ടെന്ന് വായിച്ചു. ഞാൻ നിങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ ബ്ലെസ്സിംഗ് ആയിട്ട് പറയാം. കൊലോഷ്യൻസ് 3:15-16-17 ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പീൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും, എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തും കൊണ്ടിരിപ്പേൻ. ദൈവനാമം മഹത്വമാകട്ടെ. May God bless you all. Thank you so much for this invitation. Thank you for this blessed time. കർത്താവിനെ പിന്നെയും കാണാം. കർത്താവിനെ ഡൽഹിയിൽ അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് വരാം. God bless you all. Thank you.